ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളിപ്പോൾ KTDCയുടെ ഗോൾഡൻ പീക്ക് കോട്ടേജിൽ നിന്ന് ചെക്കൗട്ട് ചെയ്ത് ഇറങ്ങി കേട്ടോ. ഇനിയിപ്പോൾ നേരെ പോകുന്നത് പൊന്മുടിയിലേക്കാണ്. ഇത് കണ്ടോ, നമ്മൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് KSRTCയുടെ ബസ്സാണ്. ഇതിൽ സ്കൂൾ കുട്ടികളാണ് വന്നിരിക്കുന്നത്. ഈ ബസ്സിൽ നെയ്യാറ്റിൻകര ഗവൺമെൻറ് സ്കൂളിലെ കുട്ടികളാണ്. ഇതാണ് ചെക്ക് പോസ്റ്റ്. പൊന്മുടിയിലേക്ക് പോകാനായിട്ട് ഇവിടെ നിന്നാണ് നമുക്ക് പാസ് എടുക്കേണ്ടത്. ഇവിടെ രാവിലെ 8:30 മുതൽ വൈകിട്ട് 4 മണി വരെ കയറ്റി വിടും. 4 മണി കഴിഞ്ഞാൽ കയറ്റി വിടത്തില്ല. ഇവിടെ കോട്ടേജോ അല്ലെന്നുണ്ടെങ്കിൽ ഗസ്റ്റ് ഹൗസോ ബുക്ക് ചെയ്യുന്നവർക്ക് 5 മണി വരെ പൊന്മുടിയിലേക്ക് പോകാനായിട്ട് ഇവർ കയറ്റി വിടും. നോക്കിയ മഞ്ഞൊക്കെ വളരെ കുറവാണ്. കാരണം നല്ല മഞ്ഞുണ്ടെന്നുണ്ടെങ്കിൽ ഈ റോഡൊന്നും കാണാൻ പറ്റില്ല. കാരണം ഇത്രയ്ക്കും മഞ്ഞ് നിറഞ്ഞിട്ട് ഓപ്പോസിറ്റ് ഒരു വണ്ടി വന്നാൽ നമുക്ക് കാണാൻ പറ്റാത്തത്ര രീതിയിൽ മഞ്ഞായിരിക്കും. വണ്ടിയുടെ ഹെഡ്ലൈറ്റ് കത്തിച്ചാൽ മാത്രമേ നമുക്ക് ഓപ്പോസിറ്റ് ഒരു വണ്ടി വരുന്നത് അറിയാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ മഴയൊക്കെ പെയ്തിട്ട് നനഞ്ഞ പരുവമാണ്. മഴ പെയ്ത് മഞ്ഞ് മാറി നിൽക്കുവാണ്. നമ്മുടെ പൊന്മുടിയിലെ പ്രത്യേകത എന്ന് വെച്ചാൽ നിമിഷ നേരം കൊണ്ട് മഞ്ഞ് വരികയും അതേ സ്പീഡിൽ തന്നെ പോവുകയും ചെയ്യും. അതാണ് ഒരു പ്രത്യേകത. അതുകൊണ്ടിട്ട് എപ്പം മഞ്ഞുണ്ടാവും, എപ്പം മഞ്ഞുണ്ടായില്ല എന്നൊന്നും പറയാനൊന്നും പറ്റത്തില്ല. ഇന്നത്തെ അവസ്ഥ തന്നെ കണ്ടില്ലേ, മഞ്ഞ് സീസണാണ്, എന്നിട്ട് മഞ്ഞ് വളരെ കുറവാണ്. റോഡിലൊക്കെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ആളുകൾ നിൽക്കുന്നുണ്ട്. ആനവണ്ടിയും കുട്ടികളും പിള്ളേർ പൊളിക്കേണ്ടി വരും. ഇതാ കണ്ടോ, ഇവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഒത്തിരി ടൂറിസ്റ്റുകൾ വന്നിട്ടുണ്ട്. മഞ്ഞില്ലെങ്കിലും ഇങ്ങനൊരു കാഴ്ച കാണാൻ പറ്റിയല്ലോ. എന്ത് ഭംഗിയാന്ന് നോക്കി, എത്ര കളറാ ലെയേഴ്സായിട്ട് ഇങ്ങനെ നിൽക്കണേ. ഈ ലെയറായിട്ട് കാണുന്നതൊക്കെ കുറച്ച് കഴിഞ്ഞാൽ കാണാൻ പറ്റില്ല, മഞ്ഞ് മൂടും. നിങ്ങൾ നോക്കിക്കോ, ഇതിപ്പം കാണാൻ പറ്റിയതാണ്. കുറച്ച് കഴിയുമ്പോൾ മഞ്ഞങ്ങ് മൂടും. നേരത്തെ കണ്ട കാഴ്ചയൊക്കെ മഞ്ഞ് മൂടി. ഞങ്ങൾ എല്ലാ ഏരിയകളൊന്നും കവർ ചെയ്തിട്ടില്ല. കാരണം മഞ്ഞില്ലാത്തത് കൊണ്ടിട്ട് ഏറ്റവും മുകളിൽ കുന്നിലോട്ട് പോയിരുന്നില്ല. എപ്പോഴും വരുമ്പോൾ മലമുകളുടെ ഏറ്റവും ടോപ്പിലാണ് കയറി പോകുന്നത്. പ്രാവശ്യം അങ്ങോട്ട് പോയില്ല. ഏറ്റവും മുകളിലതോ കണ്ടില്ല, അവിടെ പോയിരുന്നില്ല. ഞങ്ങൾ വരാത്ത ഭാഗം ഈ ഏരിയയാണ്. പോകാത്ത ഭാഗത്തോട്ട് പോകാമെന്ന് കരുതി ഞങ്ങൾ നേരെ നടന്ന് ഈ ഭാഗത്തോട്ട് വന്നിരിക്കുകയാണ് ചെയ്തത്. ഇതാ നോക്കിയേ, നമ്മളിരിക്കുന്ന ഈ ഏരിയയിൽ ഇപ്പോൾ മഞ്ഞില്ല. നമ്മുടെ സലേം കുമാർ പറയുന്നൊരു വേർഡ് ഉണ്ടല്ലോ, അതുപോലെയാണിത്. ഇതാ കണ്ടോ, മഞ്ഞ് കയറി. ഒരുപാട് മലകളുണ്ട് ഇവിടെ. ഇപ്പോൾ ഈ മലകളൊന്നും കാണാൻ പറ്റുന്നില്ല. ഇവിടെയൊക്കെ മഞ്ഞ് പുതച്ച് നിൽക്കുവാണ്. പക്ഷേ ഞങ്ങളിരിക്കുന്ന ഭാഗത്തോട്ട് മഞ്ഞില്ല. ഇത് അങ്ങോട്ടൊക്കെ ഉണ്ട്, കണ്ടോ, മഞ്ഞുണ്ട്. ഇവിടെ നല്ല വ്യൂ ആയിരുന്നു, നല്ല കാഴ്ചകളായിരുന്നു. മഞ്ഞ് മൂടിയപ്പോൾ അതെല്ലാം അങ്ങ് മാറിപ്പോയി. ഇതേ കണ്ടോ, ആ കാണുന്ന മലനിരകളിലോട്ടൊന്നും അന്ന് ഇറക്കി വിടത്തില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങോട്ടൊക്കെ ആൾക്കാരൊക്കെ പോകുന്നുണ്ട്. നമ്മുടെ പൊന്മുടിയിലും പരിസര പ്രദേശങ്ങളിലും ഉള്ള ഭൂപ്രകൃതി വളരെ രസകരമായിട്ടുള്ളതാണ്. ഏറ്റവും പ്രധാനമെന്ന് വെച്ചാൽ വനഭൂമിയും തോട്ടങ്ങളും കുന്നുകളും താഴ്വരകളൊക്കെ ഉള്ള ഒരു ഭൂപ്രകൃതിയാണ് നമ്മുടെ പൊന്മുടി. അതുകൊണ്ടാണ് പൊന്മുടിയെ ഇത്രയും മനോഹരമാക്കുന്നത്. വംശനാശ ഭീഷണി നേരിടുന്ന 253 പക്ഷികളാണ് പൊന്മുടിയിലുള്ളത്.
നമ്മുടെ കേരളത്തിൽ കാണപ്പെടുന്ന 59% പക്ഷികൾ പൊന്മുടിയിൽ തന്നെ കാണാൻ പറ്റും. 195 പക്ഷികൾ നമ്മുടെ പൊന്മുടിയിൽ സ്വന്തം വാസസ്ഥലമാക്കിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ പോകാത്ത ഭാഗത്തോട്ടാണ് കേട്ടോ ഇപ്രാവശ്യം വന്നപ്പോൾ പോയത്. ഈ ഏരിയ ഒന്നും വന്നങ്ങനെ ഇരുന്നിട്ടില്ല. എപ്പോഴും ഹട്ടിൽ വന്നിരിക്കും, പിന്നെ കുന്ന് കയറി പോവും. അധികം മഞ്ഞ് കാണാൻ പറ്റിയില്ല, എന്നാലും കാണാത്ത കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടു. അത്യാവശ്യം നല്ല തണുപ്പുണ്ടായിരുന്നു, നല്ല കാറ്റുണ്ടായിരുന്നു, മഴയും പെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം ആ മലനിരകളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഇനിയിപ്പം പ്രത്യേകിച്ച് കാഴ്ചകളൊന്നും കാണാനില്ല. ഇനിയിപ്പോൾ ഞങ്ങൾ എന്തായിരുന്നാലും ഇവിടെ നിന്ന് തിരിക്കുവാണ്. ഈ പൊന്മുടി യാത്രയിൽ ഞങ്ങൾ സ്റ്റേ ചെയ്തത് KTDCയുടെ ഗോൾഡൻ പീക്ക് കോട്ടേജിലാണ്. KTDCയിൽ റൂം ബുക്ക് ചെയ്യുന്നതും അതിൻ്റെ റേറ്റും കാര്യങ്ങളുമൊക്കെ ഗോൾഡൻ പീക്ക് കോട്ടേജ് എന്ന് പറയുന്നൊരു വീഡിയോയിൽ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഗോൾഡൻ പീക്ക് കോട്ടേജിൻ്റെ റേറ്റും കാര്യങ്ങളും അവിടുത്തെ കോട്ടേജിനെ കുറിച്ചിട്ടും എത്ര കോട്ടേജ് ഉണ്ട്, റേറ്റ് എങ്ങനെയൊക്കെയാണ് എന്നറിയാനായിട്ട് താല്പര്യമുള്ളവർ ആ വീഡിയോ കണ്ടാൽ മതി. ഇത് കുട്ടികളെ കൊണ്ടുവന്ന KSRTC ബസ്സാണ്. ഇതാണ്ടോ ആനവണ്ടി ഉല്ലാസയാത്ര. എന്തായാലും നല്ലൊരു യാത്രയായിരുന്നു പൊന്മുടി യാത്ര. ഇനിയുള്ള അടുത്ത ആഴ്ചകളിൽ നമ്മുടെ ക്രിസ്മസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ട്രിവാൻഡ്രത്ത് നടക്കുന്ന ഈവൻറ്റുകളായിരിക്കും അടുത്ത ആഴ്ചത്തെ വീഡിയോകളിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ ആരും കാണാൻ മറക്കരുത്. എന്തായിരുന്നാലും പൊന്മുടിയിലെ ഒരു കുഞ്ഞു യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. ബൈ ഫ്രണ്ട്സ്.